ചിക്കനില്ല ഗൈസ്, സാരില്ല. ഈ ഷിന്നെന്ന് പറഞ്ഞ ദൈവമാണ്. യാതൊരു ബന്ധവും ഇല്ല നടക്കുന്നത്. അഴുക്ക കൊച്ചി വേണ്ട എരിവുണ്ട് പക്ഷെ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം ഇന്ന് നമ്മളല്ല ഇന്ന് എന്റെ ഫസ്റ്റ് വ്ലോഗാണ്. പോരാതെ ഇന്ന് എനിക്ക് എക്സാം ആയിരുന്നു ഗൈസ്. നമ്മൾ എന്തായാലും ചായ കുടിക്കാൻ വേണ്ടി പോവാണ് ഗൈസ്. ഈ പട്ടിയില്ല, ഈ കാണുന്ന പട്ടി ഒരു കോഴിയാണ് ഗൈസ്. നിങ്ങൾ പറഞ്ഞ വിശ്വസിക്കോ? അവന് വഴിയിൽ കൂടി പോകുന്ന ആന്റിമാർ പെൺപിള്ളാർ എല്ലാവരെയും നോക്കി കരയണോ? പ്രായഭേദമില്ലാണ്ട് ലൈൻ അടിക്കുന്ന ഒരു പട്ടീനെ നിങ്ങൾ കണ്ടിട്ടുള്ളൂ? ബൈ കണ്ടോ? വാലാട്ടത്തെ കണ്ടോ? നമുക്ക് ചായ കുടിക്കാൻ പോകണം. താങ്കൾ വരൂ. എന്താ വരുന്നു? ഈ കുട്ടിക്ക് ഒരു കൃത്യനിഷ്ഠ ഇല്ലാത്തൊരു കുട്ടിയാണ്. എന്റെ അപ്പുറത്തെ കൃത്യനിഷ്ഠ ഇല്ലാത്തവളാണ് ഈ പറയുന്നത്. ഞാൻ കറക്റ്റ് ടൈമിൽ റിച്ച് ആണ് ഗൈസ്. റിച്ച് അല്ല ഗൈസ്, എന്റെ കസിൻ തന്ന റിച്ച്നെസ് മാത്രമേ ഉള്ളൂ. അതെ അതെ, വിക്ടോറിയ സീക്രട്ട് അവിടെ കാണിച്ചു തരാം നേരെ. വിക്ടോറിയ സീക്രട്സിന്റെ കാലിക്കുപ്പിയുമായി. അതെ, കാലിക്കുപ്പി കാലിക്കുപ്പി ആണെങ്കിൽ നമുക്ക് വിക്ടോറിയ സീക്രട്സ് നമുക്കിനി അടുത്ത് എന്തൊക്കെ സീക്രട്ട് ഉണ്ടെന്ന് നോക്കാം ഗൈസ്. എന്തായാലും നോക്കാം. ചിക്കനില്ല ഗൈസ്, സാരില്ല ഗൈസ്. ആ കണ്ണീര് പിടിച്ചിട്ട് പറ ഭദ്ര. ആരെങ്കിലും ഏതെങ്കിലും ചെറുക്കൻ ഉണ്ടെങ്കിൽ ഭദ്രനെ കോണ്ടാക്ട് ചെയ്യേണ്ടതാണ്. വേണ്ട ഗൈസ്, കാരണം ഇന്നലെ ഒരു വോയിസ് മെസ്സേജ് അയച്ച് എന്തോന്ന് അസുരനായാലും അസുരനായാലും കാരനായാലും ലോയൽ പാർട്ട്ണർ മതി എന്നാണ്. സോ ലോയൽ ഗൈസ് പ്ലീസ് DM. ഞാൻ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് താഴെ കൊടുത്തേക്കാം. വളരെ നന്ദിയുണ്ട് ഗൈസ്. എവിടെ? ഓ പക്ഷെ എനിക്കില്ല, ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. പിങ്ക് കളർ കാർബണോറ. ഓഹ് അതുപോലത്തെ ഒരു സാധനം ഞാൻ കഴിച്ചിട്ടുണ്ട്. ബുൾഡാഗിന് വേറുണ്ടോ? സ്പൈസി സാധനം ഉണ്ട് കേട്ടോ. ഇതൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ സ്പൈസി. അത് നൈസാണ്, നല്ലതാണ്. ഈ ഷിന്നെന്ന് പറഞ്ഞ ദൈവമാണ്. ദൈവമാണോ? എനിക്ക് അറിഞ്ഞൂടാ, അങ്ങനെയാണ് ആയിരിക്കും. ജാപ്പനീസിൽ ദൈവം അങ്ങനെ ഉണ്ടോ അറിയുന്നുള്ളത് കമന്റ്. ചിലപ്പോ ഇപ്പൊ വല്ല മണ്ടപ്പരവാണെങ്കിൽ ഇത് ഇടൂല, ഞാൻ ഡിലീറ്റ് പറയും. ഞാൻ ആദ്യം ഇത് ഗൂഗിൾ തൊലച്ച് ഒരു കയ്യബദ്ധം നാറ്റുകരുത്. എനിക്ക് ഈ കൊച്ചുമായി യാതൊരു ബന്ധവും ഇല്ല. നീ എന്തിനാ എന്നോട് പറഞ്ഞ മാതിരി ഇത് തൊലയ്ക്കാൻ വേണ്ടി എന്റെ കൂടെ പിറകെ നടക്കാൻ അഴുക്ക കൊച്ച് കണ്ട പോയി. ഇത് പിള്ളേരെക്കാളും കഷ്ടമാണ് ഈ കൊച്ച്. പറ്റിപ്പോയി. ഇല്ല, ഈ സാധനത്തിന് ഒട്ടും എരിവുണ്ട് പക്ഷെ നമുക്ക് അത്ര വലിയ എരിവുള്ള സാധനമല്ല. ഭദ്ര നമുക്ക് കൺവിൻസ് ചെയ്യിപ്പിക്കാണ്. അതെ, കൺവിൻസിങ് സ്റ്റാർ. അന്ന് അതും പറഞ്ഞ് ഈ പണ്ടാരം ഭയങ്കര എരിവല്ല. ഇതൊരു വൃത്തിയായിട്ട് കൊല്ലാൻ കൊണ്ടുപോകുന്ന ടേസ്റ്റ് ആണ്. എനിക്ക് ഇഷ്ടമല്ല ഇത്. പക്ഷെ ഇത് അത്ര എരിവില്ല. എടാ സത്യം, ഇത് അത്ര എരിവില്ല. നീ ഇത് കഴിച്ചിട്ട് എരിവില്ലെങ്കിലേ ഞാൻ ഇതിടുള്ളൂ. സത്യം, ഇല്ലെങ്കിൽ അങ്ങനല്ല. എരിവ് കാണും, നല്ല എരിവാണ്. പക്ഷെ മറ്റേ ടേസ്റ്റ് ഉള്ള എരിവാണ്. ആ നല്ല എരിവല്ലടാ. കൊറിയൻ ഡ്രാമ ഞാൻ കാണാറുണ്ട്. ട്രെയിൻ ടു ബുസാൻ. ഇപ്പൊ മലയാളം എക്സ്പ്ലനേഷൻ ചാനലിൽ കയറി കൊറിയൻ ഡ്രാമ കണ്ടിട്ട് വന്ന് ഞാൻ ഏത് ഡ്രാമ എക്സ്പ്ലനേഷൻ കണ്ട ഞാൻ ഇത് ശരിയാവില്ല. ഞാൻ കണ്ടോ കേസ്? ഉത്തരം മുട്ടുമ്പോ കൊഞ്ഞിനും കുത്തി കാണിക്കുന്നത് എവിടെയാണ്? എക്സ്ട്രോർഡിനറി അറ്റോണി ബോർഡിനകത്ത് ഇത് കൊള്ളയാണോ എനിക്ക്? ഞാൻ അത് കണ്ടിട്ടില്ല. ഞാൻ കണ്ടായിരുന്നു. ഞാൻ ഇങ്ങനെ ഡ്രാമ കാണാറില്ല ഗൈസ്. ഇവിടെ കാണുന്ന ഡ്രാമ ഏതാന്ന് നിങ്ങൾ പറയൂ. കിം പോഷെ തായ് നമ്മൾ കാണുള്ളൂ. അതെ, തായ് മെൻ. BL സീരീസ് ഇവള് ലെസ്സാണ് ഗൈസ്. എന്റെ കൂടെ ലെസ്ബിയൻ അലിഗേഷൻ ഉണ്ടായിരുന്നത് ഇവക്കാണ്. നമ്മളെല്ലാരും നോക്കുന്നത് ഞങ്ങൾക്ക് സോഷ്യൽ ആങ്സൈറ്റി അടിക്കുകയാണ്. വളരെയധികം സത്യമായ വ്ളോഗ് എടുക്കുന്നവരെ സമ്മതിക്കണം. ആളും പരിസരവും ഞാൻ ഭയങ്കര എക്സ്ട്രോവേർട്ട് ആണെങ്കിലും ഇങ്ങനത്തെ പരിപാടി എല്ലാവരും നോക്കുന്നില്ലേ? ഏത്
പ്രാണീനെ കണ്ടാലും അപ്പ ചെന്ന് അതിനെ പിടിക്കും. പല്ലി നിനക്ക് എവിടെന്നെങ്കിലും ഒരു കടി കിട്ടുവാണെങ്കിൽ പെണ്ണെ അന്ന് ഇവിടെ വീട്ടിൽ നിന്ന് ഇവിടെ ഇറക്കി വിടും. സത്യം ഇഞ്ചക്ഷൻ എടുക്കാൻ കൊണ്ടുപോയില്ല. ആ പട്ടീനെ കൂടെ പൊക്കും. നിനക്ക് ചെറുക്കനില്ലെങ്കിൽ എന്താണ് പട്ടിയില്ലേ കൂടെ? പട്ടിയുണ്ട് ഗൈസ്. അല്ല മാഡം എന്താണ് ഇവിടെ ഒറ്റയ്ക്ക് നടക്കുവാണോ? പിന്നെ ഒറ്റയ്ക്കല്ലാണ്ട് നാട്ടിനെ മൊത്തം വിളിച്ചു നടക്കാൻ പറ്റുമോ? അയ്യോ ശരി ശരി കോമഡി അല്ലാണോ? ഗൈസ് ഞാൻ ഇന്ന് എന്റെ കോളേജിന്റെ അടുത്തുനിന്ന് ഒരു കടയിൽ നിന്ന് ഒരു പീസ് കഴിച്ചു. കൊറേ ഇങ്ങനെ വിവരമില്ലായ്മ പറഞ്ഞോണ്ടിരിക്കും. മൈൻഡ് ആക്കണ്ട. നമ്മളിപ്പോ ചായ ടൈമിലോ ഗൈസ് നിങ്ങൾ ഇവിടെ കാണാത്തത് കൊണ്ടാണ്. നിങ്ങൾ കാണുമ്പോൾ എന്നെ നിങ്ങൾ കാണുമല്ലേ ഗൈസ്? യൂട്യൂബിൽ അത് കേൾക്കുവാണ്. അതുകൊണ്ട് ഗൈസ് നമുക്ക് കഴിക്കാനായിട്ട് എനിക്ക് ഇന്ന് 10 രൂപ വാങ്ങിച്ചു തരും. ഓക്കെ ശരി വാങ്ങിച്ചു തരൂ. എന്റെ 139 രൂപയുണ്ട്. കുറുമ്പിന്റെ മധുരം. ആക്ച്വലി സാധാരണ ഐസ്ക്രീം കഴിക്കാനാണ് ഇവിടെ വന്നപ്പോഴത്തേക്കും മാനസികമായിട്ട് നമ്മളിങ്ങനെ ആശയപ്പെടുത്തി മോശമാണ്. സോ ഗൈസ് ഇന്നത്തേക്ക് ഇത്രേ ഉള്ളൂ നമ്മുടെ പരിപാടി. നമ്മള് ക്രോസ് വണ്ടി വന്നിട്ട് ചത്താ നമ്മൾ. ബൈ ഗൈസ്. ചായ കുടിക്കാനായിട്ട് ഇവിടെ ഒരുത്തി ഒരുങ്ങിക്കെട്ടി എന്തിനോ വേണ്ടി ഒരുങ്ങിക്കെട്ടി വന്നേക്കാണ്. ഈ മുഖം ഒന്ന് നോക്കൂ. ഞാൻ കോളേജിൽ പോയിട്ട് വന്നു.